വെൽക്കം ബാക്ക് ചെയ്തിട്ട് ഫൈനലി നമ്മൾ സ്പോർട്സിൽ എത്തിയിരിക്കുകയാണ് തുഷാരഗിരി വാട്ടർഫാൾ. ഒരു രക്ഷയില്ലാത്ത മഴയാണ്. എനിക്ക് തോന്നുന്നു മഴക്കാലമായതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഏറ്റവും പീക്ക് സ്റ്റേജിലായിരിക്കും ഈ വെള്ളച്ചാട്ടം നമുക്ക് കാണാൻ പോകുന്നത്. അത്യാവശ്യം നമ്മൾ അധികം റൺ ചെയ്ത് മഴയ്ക്ക് നനഞ്ഞിട്ടാണ് അവിടെ എത്തിയിട്ടുള്ളത്. നമുക്ക് ചെയ്യാം അധികം പറയാൻ നേരെ സ്റ്റുഡിയോട്ട് കിടക്കാം. നമ്മളങ്ങനെ തുഷാരഗിരി വാട്ടർഫാളിന്റെ എൻട്രൻസ് കവർ ചെയ്തിരിക്കുന്നു. ഉള്ളിലാണ് ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളൊക്കെ, ടിക്കറ്റ് റേറ്റും കാര്യങ്ങളൊക്കെ ഈ സൈഡ് കാണുന്ന പോലെ തന്നെ അതൊക്കെ ഞാൻ വിശദമായിട്ട് പറയാം. ഒരു രക്ഷയില്ലാത്ത മഴയാണ് തിരുന്ന വഴിയെല്ലാം പെയ്തോട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ കാണാൻ പറ്റുന്ന ഏറ്റവും വലിയ സ്റ്റേജിലായിരിക്കും തുഷാരഗിരി വാട്ടർഫാൾ നമുക്ക് കാണാൻ പറ്റുന്നത്. തുഷാരഗിരി വാട്ടർഫാളിൽ നമ്മൾ വിന്റേഴ്സിന് കുറച്ചുകൂടി അടിപൊളിയായിട്ടുള്ള മാസം ഏതെന്ന് വെച്ചാൽ സെപ്റ്റംബർ ടു നവംബർ മാസമാണ് തുഷാരഗിരി വാട്ടർഫാളിന്റെ അതിഗംഭീരമായിട്ടുള്ള ഒരു വ്യൂ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ വരാൻ ശ്രദ്ധിക്കുക. ഈ ടിക്കറ്റ് എടുക്കാം. പെർ ഹെഡ് 40 റുപ്പീസാണ് ടിക്കറ്റ് റേറ്റിന്റെ കാര്യങ്ങളൊക്കെ വരുന്നത്. അതായത് കുട്ടികൾക്കാണെങ്കിൽ 20 റുപ്പീസും ഫോറിനേഴ്സ് അതായത് വിദേശികൾക്കാണെങ്കിൽ 60 രൂപയാണ് ടിക്കറ്റ് റേറ്റ് വരുന്നത്. ഇവിടെ ലിക്വിഡ് ക്യാഷും അതേപോലെ തന്നെ ഗൂഗിൾ പേയും ഇവിടെ അക്സെപ്റ്റബിൾ ആണ്. നമുക്ക് എന്ത് ചെയ്യാം, ടിക്കറ്റ് എടുത്ത് ചേട്ടൻ്റെ കയ്യിൽ കൊടുത്തിട്ട് അവൾ ചേട്ടൻ ടെക്ക് ചെയ്ത് തരും. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സ്പോട്ടിന്റെ ഉള്ളോട്ട് നമുക്ക് എന്ത് ചെയ്യാം, ടിക്കറ്റ് എടുത്ത് കയറാവുന്നതാണ്. ഇവിടെ നിന്ന് അങ്ങോട്ടാണ് നമ്മൾ ഈ സ്പോട്ടിനെ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. നമ്മൾ എന്തായാലും ഈ സ്പോട്ടിലോട്ട് എൻ്റർ ചെയ്തു. നമുക്ക് നടന്നുകൊണ്ടിരുന്ന സമയത്ത് നമുക്ക് റൈറ്റ് സൈഡിലായിട്ട് ചെറിയൊരു വാട്ടർഫോളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഒരു മഴക്കാലത്താണ് ഇത് ഇത്രത്തോളം അടിപൊളിയായിട്ട് കാണാൻ പറ്റും കേട്ടോ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ സെപ്റ്റംബർ ടു നവംബറാണ് ഈ ഒരു സ്പോട്ടിൽ ഏറ്റവും കൂടുതൽ വിസിറ്റേഴ്സ് വരുന്ന ടൈം. അതായത് ഈ ഒരു ടൈമിലാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു സ്പോട്ടിൽ വന്ന് എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു ടൈം എന്ന് പറയുന്നത്. ഇന്ന് കുറച്ച് ദൂരം നമുക്ക് നടക്കാനും കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യാം, ഈ ഒരു സ്പോട്ടിന് ചെറിയൊരു ഇൻട്രോ തരാം. ഏകദേശം 63 കിലോമീറ്റർ റൺ ചെയ്തിട്ടാണ് നമ്മൾ ഈ സ്പോട്ടിലോട് എത്തിയത്. അതായത് മഞ്ചേരി, അരീക്കോട്, മുക്കം, പുല്ലൂരും വഴിയാണ് നമ്മൾ ഈ ഒരു സ്പോട്ടിലോട്, അതായത് തുഷാരഗിരി വാട്ടർഫാളിലോട്ട് എത്തിയിട്ടുള്ളത്. അപ്പം കോഴിക്കോട് വഴി വേണമെങ്കിൽ വരാം. കോഴിക്കോട് നിന്ന് നമുക്ക് KSRTC സ്റ്റാൻഡിൽ നിന്ന് ഈ ഒരു സ്പോട്ടിലോട്ട് ഡയറക്റ്റ് ആയിട്ട് KSRTC അവൈലബിൾ ആയത്. 66 രൂപയാണ് ടിക്കറ്റ് റേറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത്. അതിന്റെ ടൈമും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കമന്റ് ബോക്സ് പറഞ്ഞാൽ മതി. ഞാൻ എന്ത് ചെയ്യാം, പിടിച്ചിട്ട് എന്ത് ചെയ്യാം നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതാണ് ഈ ഒരു സ്പോട്ടിലോട്ട് വരുന്ന വഴി എന്ന് പറയുന്നത്. പാർക്കിംഗ് കാര്യങ്ങൾ പ്രൈവറ്റ് വണ്ടികൾ വരുവാണെങ്കിൽ നിങ്ങൾക്ക് പാർക്കിംഗ് കാര്യങ്ങളൊക്കെ സേഫ് ആയിട്ട് അവൈലബിൾ ആണ്. 10 റുപ്പീസാണ് പാർക്കിംഗ് ഫീ വരുന്നത്. തുഷാരഗിരി വാട്ടർഫാൾ ആണ് ഇവിടുത്തെ ഹൈലൈറ്റ് എങ്കിലും ഈ ഒരു സ്പോട്ട് നമുക്ക് എന്ത് ചെയ്യാം, 3 സ്പോട്ട് കൂടി ഒളിഞ്ഞിരിപ്പുണ്ട്. അതായത് ഈരാറ്റുമുക്ക് വെള്ളച്ചാട്ടം, തുള്ളിത്തുള്ളുംപാറ, മൈവിൽച്ചാട്ടം. ഈ ഒരു 3 സ്പോട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വന്നാൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ പോയിട്ടില്ല എല്ലാ സ്പോട്ടും ഒരു മിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഒരു ഫീൽ കിട്ടുന്ന ഒരു ടച്ച് ഉള്ള ഒരു എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ആ ഒരു സംഭവം ഇവിടെയുണ്ട്. ഏകദേശം 400 വർഷം പഴക്കമുള്ള ഒരു വലിയൊരു മരമുണ്ട് ഇവിടെ. ആ മരത്തിന്റെ പേര് താനുമുത്തശ്ശി. താനുമുത്തശ്ശി എന്ന് പറഞ്ഞ മരത്തിന്റെ പേര്. ഒരു അടിപൊളി മരമാണ്. ആ മരത്തിന് ഉള്ളിലോട്ട് നമുക്ക് പ്രവേശിക്കാം. അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റും കാര്യങ്ങളൊക്കെ. നമുക്ക് എന്ത് ചെയ്യാം, ഓവറായിട്ടൊന്നും പറയാതെ എക്സ്പ്ലോർ ചെയ്യാൻ അങ്ങോട്ട് നമ്മൾ കാണാൻ പോകാം. അവിടെ എത്തിയിരിക്കുന്ന ഈ ഒരു കാണുന്ന ഈ ഒരു വെള്ളച്ചാട്ടമാണ് നമ്മുടെ മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ള തുഷാരഗിരി വാട്ടർഫാൾ എന്ന് പറയുന്നത്. അതായത് ഈരാറ്റുമുക്ക് വെള്ളച്ചാട്ടമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈരാറ്റുമുക്ക് വെള്ളച്ചാട്ടത്തിന് നമുക്ക് 2 സൈഡ് വ്യൂ ആയിട്ട് കാണാം. നമ്മൾ ഈ ഒരു സൈഡ് വ്യൂയിലൂടെയാണ് ഈ ഒരു സ്പോട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. നൈറ്റ് വ്യൂ ആണ്. അതേപോലെ തന്നെ ഒരു രക്ഷയില്ലാത്ത വെള്ളച്ചാട്ടമാണ്. അത്യാവശ്യം നല്ല വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിശക്തമായിട്ടുള്ള മലമുകളിൽ പെയ്യുമ്പോൾ അതിനേക്കാൾ ശക്തമായിട്ട് വെള്ളം വരും. ഈ ഒരു ടൈമിൽ, അതായത് ഈ ഒരു മഴക്കാലത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഈ വെള്ളത്തിലോട്ട് ഇറങ്ങാൻ കാര്യങ്ങളും പറ്റത്തില്ല. മഴ ഇല്ലാത്ത മാസങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സ്പോട്ടിലോട്ട് ഇറങ്ങാം. കാര്യങ്ങളൊക്കെ നമുക്ക് നൈസായിട്ട് കവർ ചെയ്യണം. ഒരു രക്ഷയില്ലോട്ട് ഇവിടുത്തെ ക്ലൈമറ്റ് കാര്യങ്ങളൊക്കെ ഒരു രക്ഷയില്ല. നമ്മൾ വന്ന വഴി കാര്യങ്ങളൊക്കെ ഇതൊക്കെ ആയിരുന്നു. നമുക്ക് എന്ത് ചെയ്യാം, അവിടെ പോകണം. പക്ഷേ നോർമൽ എന്ന് വേണ്ടി പറയാം. എന്നാലും കൊള്ളാം. അത്യാവശ്യം നല്ല വെള്ളം ഉണ്ട്. കാരണം നല്ല മഴ വരുമ്പോൾ ചെയ്യാം. നമ്മൾ എല്ലാവരും നനഞ്ഞിട്ടുണ്ട്. സോ വെള്ളം നേരെ അവിടെ ഒഴുകി പോയിക്കൊണ്ടിരിക്കും കേട്ടോ. നമുക്ക് എന്തായാലും അവിടെയൊക്കെ കാര്യങ്ങൾ പോകണം. സോ നൈസ്. ഒരു സെക്കൻഡ് വ്യൂ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ഓവർ ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ കവർ ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു ഭാഗത്തോട്ട് പോകുന്നത്. ഈ ഓവർ ബ്രിഡ്ജ് ഭയങ്കര പ്രത്യേകതയാട്ടോ. ഭയങ്കര അടിപൊളിയാണ്. നമ്മൾ താഴെയൂടെയാണ് വെള്ളം കിടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് നൈസായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വാട്ടർഫാളിന്റെ വ്യൂവും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് കാണും. ഇവിടുത്തെ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടല്ലോ, വേറെ അതിലാണ് ഇതുപോലെ ഇരിക്കും. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ഈ ഓവർ ബ്രിഡ്ജ് കവർ ചെയ്യണം. ഇതിന് അത്യാവശ്യം നല്ല പേരൊക്കെ നടന്നു കഴിഞ്ഞാൽ നൈസായിട്ട് ഇങ്ങനെ ആടും കേട്ടോ. നൈസാണ്. ഇവിടുന്ന് ഇങ്ങനെ കയറി ചെയ്ത് റൈറ്റ് സൈഡിലൂടെ പോയാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു വാട്ടർഫാൾ, അതായത് നമ്മൾ തുഷാരഗിരി വാട്ടർഫാൾ ഒന്നുകൂടി അടുത്തുനിന്ന് ഈ ഒരു ടൈമിൽ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് വെള്ളത്തോട്ട് ഇറങ്ങാൻ പറ്റില്ല. എത്രത്തോളം നമുക്ക് അടുത്ത് കാണാൻ പറ്റുന്ന ഒരു ഏരിയ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഏരിയയാണ് ഇതിലൂടെ ഇങ്ങനെ പോയി കാണാം. എന്തായാലും ഈ സൈഡ് വ്യൂ നമ്മൾ കണ്ട് എന്നിട്ട് സൈസ് കുഴപ്പമില്ല. പക്ഷെ നല്ല വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഭാഗത്ത് നമുക്ക് ഡ്രസ്സും കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന ഏരിയ ഉണ്ട്. ഇപ്പോൾ നമ്മളങ്ങനെ അവിടെ നിന്ന് വന്നു. അവിടെ നിന്ന് നൈസായിട്ട് ഒരു വ്യൂ ഉണ്ട്. ഇവിടുന്ന് വ്യൂ. ഈ ഒരു വാട്ടർഫാൾ നമുക്ക് 2 വ്യൂ ആയിട്ട് കാണാൻ പറ്റും. ഇനി എനിക്ക് തോന്നുന്നു 2 വാട്ടർഫാൾ കൂടെ അടിച്ച് ടോട്ടൽ 3 വാട്ടർഫാളാണ് എനിക്ക് തോന്നുന്നു. ഇവിടെ മഴവിൽച്ചാട്ടവും തുമ്പിത്തുള്ളും പാറയോ ഈ 2 സംഭവം ഉണ്ട്. ഒന്നിന് ഒരു 500 മീറ്റേഴ്സും ഒന്നിന് 1 km കണ്ട് വരുമെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും ഇങ്ങോട്ട് എനിക്ക് തോന്നുന്നു പ്രവേശനം ഉണ്ടെന്നാണ്. നമുക്ക് എന്തായാലും ഈ ഒരു വൈബിലോട്ട് പോയിക്കൊണ്ടിരിക്കാം. അത്യാവശ്യം മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നൈസായിട്ട് കുറഞ്ഞു. നമ്മൾ വന്ന സമയത്ത് ഭയങ്കര മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. സോ
നമുക്ക് എന്തായാലും ഈ സ്പോട്ട് കുറച്ചുകൂടി നടന്ന് കാണാം. ഒരു ക്രൗഡ് അത്യാവശ്യം കമ്മിയാണ്, മഴ ആയതുകൊണ്ടായിരിക്കും തോന്നുന്നു. പക്ഷെ എന്നിരുന്നാലും സംഭവം അടിപൊളിയാണ്. ഇവിടെ ഒരു രക്ഷയില്ലാത്തൊരു മരം ഉണ്ടല്ലോ. ഓ, അടിപൊളി മരം കിട്ടും. അങ്ങോട്ട് കാര്യങ്ങൾ എൻട്രൻസും കാര്യങ്ങളൊന്നും ഇല്ല. എനിക്ക് തോന്നുന്നു ഇത് അവസാനമാണ്, ഇത് എൻഡിങ് ആണ്. ഇവിടുന്ന് നൈസായിട്ട് ഈ ഒരു വെള്ളച്ചാട്ടത്തിന്റെ ഒരു വ്യൂ കൂടി കാണാൻ ഒരു സെറ്റപ്പും കാര്യങ്ങളും കണ്ടിട്ടോ. തോന്നുന്നു രണ്ടാമത് പറഞ്ഞ ആ ഒരു ഏരിയ ചിലപ്പോൾ ഇതായിരിക്കാം. ഇവിടെ അത്യാവശ്യം നല്ല ക്രൗഡിന് വന്നിരിക്കാൻ പറ്റിയ ഏരിയ ഒന്നും ഇല്ലല്ലോ. ഇവിടെ അങ്ങനെ വൈബായിട്ട് ഇരിക്കും, നൈസായിട്ട് നിന്ന് കാണാം, അത്രേ ഉള്ളൂ. ഓ, ഇവിടെ അടിപൊളി ഒരു മരമുണ്ട്, നൈസ്. ഓ, എത്രത്തോളം ക്ലിയർ ആണെന്ന് അറിയില്ല, പക്ഷെ സംഭവം നൈസ്. പിന്നെ അതുപോലെ തന്നെ ഒരു ഗുഹ ഉണ്ടല്ലോ, ഈ ഗുഹയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഈ ഗുഹയ്ക്ക് നമുക്ക് കയറി നോക്കാം. സംഭവം സംഭവം കിടുവാണ്. ഈ മരത്തിന്റെ ഉള്ളിൽ ഒരു കുണ്ടുമില്ല, പക്ഷെ നൈസായിട്ട് വ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ആ, ഈ മരം എങ്ങാണ്ട് ഇപ്പൊ മറിഞ്ഞ ഞാൻ മയ്യത്താവല്ലോ. സംഭവം നൈസാണോ. ഒരു മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ഇതിൽ വന്നിരിക്കാൻ നൈസായിരിക്കും. ഓ, വേറെ പലതും പറയാൻ തോന്നുന്നു, പക്ഷെ ഒന്നും പറയുന്നില്ല. സംഭവം പൊളിയാണ്. നമുക്ക് എത്രത്തോളം ക്ലിയർ ഉണ്ട് എനിക്ക് അറിയത്തില്ല. സംഭവം കിടുവാണ്. നമുക്ക് എന്തായാലും മയിൽച്ചാട്ടം ഈ വഴി കാര്യമായിട്ട് വരുന്നത്. അവിടെ നമുക്ക് നേരത്തെ കണ്ട പോലെ തന്നെയാണ്. തുമ്പിത്തുള്ളമ്പാറ ഈ ഒരു വഴിയാണ്. അപ്പോൾ ക്ലോസും കാര്യങ്ങളൊക്കെയാണ്, ഇപ്പം അങ്ങോട്ട് അലൗഡ് അല്ല. അപ്പോൾ ഇവിടെ ഇപ്പോൾ വരുവാണെങ്കിൽ എനിക്ക് തോന്നുന്നത് 2 സ്പോട്ടാണ് മെയിനായിട്ട് കവർ ചെയ്യാൻ പറ്റുന്നത്. ഒന്ന് ഈ ഒരു ഏരിയ കവർ ചെയ്യാം. അവിടെ ഇതൊരു പാറയുടെ തുമ്പിത്തുള്ളും പറയും. ഇവിടെ കുഴപ്പമില്ല, ജസ്റ്റ്. പക്ഷേ ഈ ഒരു സ്പോട്ട് നമുക്ക് എന്താ അറിയില്ല, എനിക്ക് തോന്നുന്നു മഴ ആയതുകൊണ്ടായിരിക്കാം ക്ലോസ് ആയിട്ടുള്ളത്. ഇവിടുന്ന് ഇങ്ങനെ പോന്നാൽ നമ്മുടെ ഈ ഓവർ ബ്രിഡ്ജ് ഉണ്ടല്ലോ, ഈ ഒരു ഇതിനുടെ ഇവിടെ ഒരു ഡ്രസ്സിങ് റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഡ്രസ്സിങ് റൂമും കാര്യങ്ങളൊക്കെ. ഓക്കെ, ഇവിടുത്തെ മെയിനായിട്ടുള്ള വ്യൂ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു വാട്ടർഫാൾ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഈ കാണുന്നുണ്ടല്ലോ, ഈ വാട്ടർഫാൾ തന്നെയാണ്. അവിടെ എനിക്ക് അത്രത്തോളം ഒരു വൈബായി തന്നെ. അവിടുത്തെ മരം കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. പിന്നെ വരുന്ന വഴി അടിപൊളിയാണ്. ഇവിടെ റിസോർട്ടും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ലതുണ്ട്. അതെല്ലാം കൊള്ളാം. ഭയങ്കര ഇരുട്ടാട്ടോ. ഇപ്പോൾ തോന്നുന്നു ഒരു വെളിച്ചം ഉണ്ടാകുമ്പോൾ വരികയായിരിക്കും. ഫോട്ടോ ഷൂട്ട് കാര്യങ്ങളൊക്കെ വരുമായിരിക്കും, കുറച്ചുകൂടി ബെറ്റർ. ഓക്കെ, എന്നിരുന്നാലും സ്പോട്ട് പൊളിയാണ്. വരിക, എക്സ്പ്ലോർ ചെയ്യാം, തെറിക്കുക. അന്നേരം രാത്രി ആവാനായിട്ടോ. രാത്രിയുടെ സൗണ്ട് ഉണ്ട്, കാടിൻ്റെ സൗണ്ട് ഉണ്ട്. സോ നമ്മളെന്തായാലും ഈ സ്പോട്ട് വിടാൻ പോവാണ്. ഒരു രക്ഷയില്ല. എനിക്ക് തോന്നുന്നു മഴത്ത് വരണം. മഴ വരുന്നു, മഴ പോകുമ്പോൾ ഉണ്ടാകുന്ന കോട കാര്യങ്ങൾ, ഭയങ്കര ഫീലും കാര്യങ്ങളൊക്കെയാണ്. കിഡിലം സ്പോട്ടാണ്. ഓക്കെ, അപ്പം എന്ത് ചെയ്യാം, നമുക്ക് അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും. ബൈ.